അതെ, നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ നമ്മൾ സാധാരണ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടൊക്കെ നമ്മൾ ഷെയ്ക്ക്, സ്മൂത്തി, അതുപോലെ തന്നെ ഉം, വെറുതെ കഴിക്കാനും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്മൂത്തി ഒന്ന് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് ഒരു പുഡിംഗ് ഉണ്ടാക്കി നോക്കാൻ പോവുകയാണ്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റ് കളറാണ്. പിങ്ക് കളർ ഇപ്പോൾ കിട്ടാനില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്തെ ആ ഒരു സ്കിന്നൊക്കെ നമുക്കൊന്ന് കളഞ്ഞൊന്ന് എടുക്കണം. അപ്പം ഏകദേശം ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിങ്കിൻ്റെ അത്രയും ടേസ്റ്റ് ഇതിനില്ല നിലവിൽ. ഒരിത്തിരി മധുരമൊക്കെ കുറവാണ്. എങ്കിലും ഗുണങ്ങൾ ഒരുപാടായതുകൊണ്ട് തന്നെ നമ്മളത് ഏത് രീതിയിൽ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് നമുക്ക് ആക്കിയെടുക്കണം. ആക്കിയെടുത്തിട്ടാണ് നമ്മളിതൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. ഇത് കൂടുതലും നമുക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ പിങ്ക് കളറാണെന്നുണ്ടെങ്കിൽ അത് കാണാനൊക്കെ ഒരു ഭംഗിയാണ്. ആ ഒരു കളറിൻ്റെ ഒരു അട്രാക്ഷനും ഒക്കെ അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കതൊരു മിക്സി ജാറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് തിളപ്പിച്ചാറിയ കുറച്ച് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് തിളപ്പിക്കണം. ഓൾറെഡി നമ്മുടെ പാല് തിളച്ചതാണ്. എന്നാലും ഒന്നും കൂടെ അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഓൾറെഡി നമ്മുടെ ഫ്രൂട്ടിന് മധുരക്കുറവാണ്. അപ്പോൾ നമുക്ക് പുഡിങ്ങിന് എന്തായാലും മധുരം വേണം. അപ്പം ഞാൻ മധുരത്തിനായിട്ട് കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെന്താണ് ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഏകദേശം കുറച്ച് നേരം നിന്ന് അതൊന്ന് തിളയൊക്കെ കയറി പഞ്ചസാരയൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ട് അലുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചൈന ഗ്രാസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ചെറിയ പീസസാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇനി അത് നല്ലതായിട്ട് അതിൻ്റെ അകത്തൊന്ന് മെൽറ്റ് ആവണം. അപ്പോഴേക്കും നന്നായിട്ട് തിള കയറിയിട്ടുണ്ട്. ആ തിള കയറി വരുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ചൈന ഗ്രാസ് നന്നായിട്ട് അതിൻ്റെ അകത്തൊന്ന് മിക്സായി കിട്ടും. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് അതിൻ്റെ അകത്തൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു നല്ല തിക്കായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് താത്ത് വെക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നേരത്തേനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ ജെല്ലി പുഡിങ് റെഡി ആയി കിട്ടും. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം ആ ചെറിയ ചെറിയ തരിയൊക്കെ നമുക്ക് നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്. അപ്പോൾ മധുരം നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അത്ര നല്ല പുഡിങ്ങാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും ഈ വെള്ള കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കത്തില്ലാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.